+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് വിത്ത് മലയാളം നോട്ട്സ് നോക്കാം. CAS കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. വാട്ട് ഡു യു മീൻ ബൈ CAS? എന്താണ് CAS എന്ന് നോക്കാം. A system that processes accounting raw data to transform into reports, statements and schedules as required by the users. ഉപയോക്താക്കൾക്ക്, അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ള റിപ്പോർട്ടുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ, ഷെഡ്യൂളുകൾ എന്നിവയിലേക്ക് ഡാറ്റാസിനെ മാറ്റുന്ന പ്രക്രിയയെ, ആ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഒരു വ്യക്തിക്ക് എന്താണോ ഔട്ട്പുട്ട് ലഭിക്കേണ്ടത് ആ ഔട്ട്പുട്ടിലേക്ക് മാറ്റിയൊന്ന സിസ്റ്റത്തെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. നെക്സ്റ്റ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, അല്ലെങ്കിൽ 5 പില്ലേഴ്സ് ഓഫ് CAS എന്നും ചോദിക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട 5 തൂണുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രൊസീജിയർ, നടപടിക്രമം. എ ലോജിക്കൽ സീക്വൻസ് ഓഫ് ആക്ഷൻസ് ടു പെർഫോം എ ടാസ്ക്. പ്രൊസീജിയർ എന്ന് പറയുന്നത് ജോലി നിർവഹണത്തിനാവശ്യമായ ക്രമമായ പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് പ്രൊസീജിയർ. സെക്കൻഡ് വൺ, ഡാറ്റ, ദി റോ ഫാക്ട് ഫോർ എനി ബിസിനസ് ഓപ്പറേഷൻ. സാമ്പത്തിക ഇടപാടുകളുടെ ക്രമരഹിതമായ ശേഖരത്തെ പറയുന്ന പേരാണ് ഡാറ്റ. തേർഡ് വൺ, പീപ്പിൾ ഓർ യൂസേഴ്സ് എന്ന് പറയാം. യൂസേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. യൂസേഴ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നതിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് പീപ്പിൾ. ഫോർത്ത് വൺ, ഹാർഡ്വെയർ, ദ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ കാണപ്പെടുന്ന രൂപവും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഹാർഡ്വെയർ. ലാസ്റ്റ് വൺ, സോഫ്റ്റ്വെയർ, എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ടു ഡു എ വർക്ക്. ജോലി നിർവഹണത്തിനാവശ്യമായി കമ്പ്യൂട്ടറുകൾക്ക് നൽകപ്പെടുന്ന ഇലക്ട്രോണിക് നിർദ്ദേശങ്ങൾ, അതിനെ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് അപ്പോൾ ഏതൊക്കെയാണ്? പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഗുണങ്ങൾ, മെച്ചങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ടൈം. സാമ്പത്തിക റിപ്പോർട്ടുകൾ, അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ സമയാസമയങ്ങളിൽ തയ്യാറാക്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം മുഖേന സാധിക്കുന്നു. സെക്കൻഡ് വൺ, ഓൾട്ടറേഷൻസ് ആൻഡ് അഡീഷൻസ് ഇൻ ട്രാൻസാക്ഷൻസ് ആർ ഈസി ആൻഡ് ഗിവ്സ് ദി ചേഞ്ച് റിസൾട്ട് ഇൻ ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്റ്റൻ്റ്ലി. ഇടപാടുകളിൽ, ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ നമുക്ക് പെട്ടെന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം മുഖേന സാധിക്കുന്നു. തേർഡ് വൺ, സ്പീഡ് ആൻഡ് ആക്യുറസി. വളരെ കൃത്യതയോടുകൂടിയും വേഗത്തിലും ട്രാൻസാക്ഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് എൻഷ്യൂർസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ ദി സിസ്റ്റം. അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നു. അതായത് ഇതെല്ലാം കാര്യക്ഷമമായിട്ട് നിയന്ത്രിക്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് മുഖേന സാധിക്കുന്നു. നെക്സ്റ്റ്, എക്കണോമി ഇൻ ദി പ്രോസസ്സിംഗ് ഓഫ് അക്കൗണ്ടിംഗ് ഡാറ്റ. സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള ചെലവുകൾ കുറയുന്നു. നെക്സ്റ്റ് വൺ, കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഡാറ്റ ഈസ് മെയിൻറ്റെയിൻഡ്. അക്കൗണ്ടിംഗ് ഡാറ്റയുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കപ്പെടുന്നു. ലാസ്റ്റ് വൺ, ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് വൺ ഫിനാൻഷ്യൽ ഇയർ ഈസ് ഓട്ടോമാറ്റിക്കലി ക്യാരിഡ് ഫോർവേഡ് ടു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തെ ക്ലോസിംഗ് ബാലൻസുകൾ തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് രേഖപ്പെടുത്തുന്നു. അതായത് ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് അടുത്ത വർഷത്തേക്ക് ഓപ്പണിംഗ് ബാലൻസായി മാറ്റപ്പെടുന്നു. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ. ഫസ്റ്റ് വൺ, ഹ്യൂജ് ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ്. CAS ചെലവേറിയതാണെന്നാണ് ആദ്യത്തെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഫാസ്റ്റ് ഒബ്സലസൻസ് ഓഫ് ടെക്നോളജി. സാങ്കേതിക വിദ്യ, അതായത് ടെക്നോളജിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയറിലും വേണ്ടത്ര മാറ്റങ്ങൾ തുടർച്ചയായി നടത്തേണ്ടി വരും. തേർഡ് വൺ, ഡാറ്റ മേ ബി ലോസ്റ്റ് ഡ്യൂ ടു പവർ ഫെയിലിയർ. വൈദ്യുതി തകരാറ് മൂലം ഡാറ്റ നഷ്ടപ്പെടുകയോ തെറ്റി രേഖപ്പെടുത്തുകയോ ചെയ്യാം.
നെക്സ്റ്റ് ഡാറ്റ ആർ പ്രോൺ ടു ഹാക്കിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. ലാസ്റ്റ് വൺ, അൺപ്രോഗ്രാംഡ് റിപ്പോർട്ട്സ് കാനോട്ട് ബി ജനറേറ്റഡ്. മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യാത്ത റിപ്പോർട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നൽകുന്ന പ്രധാനപ്പെട്ട സുരക്ഷാ പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന്, സെക്യൂരിറ്റി ഏതൊക്കെയാണെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പാസ്വേഡ് സെക്യൂരിറ്റി. A person in an organization through password is given access to a particular data otherwise not. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഡാറ്റാസിന് പാസ്വേഡ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് മാത്രമേ കമ്പ്യൂട്ടർ സിസ്റ്റം തുറന്ന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. നെക്സ്റ്റ് വൺ ആണ് ഡാറ്റ ഓഡിറ്റ്. Data audit enables us to know as to who and what changes have been made in the original data. കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന യഥാർത്ഥ വിവരങ്ങൾ ആര് എപ്പോൾ എങ്ങനെ മാറ്റം വരുത്തി എന്നറിയാൻ ഡാറ്റ ഓഡിറ്റ് മുഖേന സാധിക്കുന്നു. ലാസ്റ്റ് വൺ ആണ് ഡാറ്റ വോൾട്ട്. ത്രൂ ഡാറ്റ എൻക്രിപ്ഷൻ ഒറിജിനൽ ഡാറ്റ ഈസ് കൺവേർട്ടഡ് ഇൻ ടു നോൺ റീഡബിൾ ഫോർമാറ്റ്. ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺസ് ക്യാൻ റീകൺവേർട്ട് ദി ഡാറ്റ ആൻഡ് മേക്ക് ഇൻ്റർപ്രിറ്റേഷൻസ്. ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഡാറ്റയെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത രീതിയിലേക്ക് മാറ്റപ്പെടുന്നു, ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. ആ ഓതറൈസ്ഡ് പേഴ്സണിന് മാത്രമേ ആ ഡാറ്റാസിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ടൈപ്സ് ഓഫ് കോഡ്സ്. അക്കൗണ്ടിങ്ങിൻ്റെ കോഡുകൾ നൽകലും വിവിധ തരം കോഡുകൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം. കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. Giving a numerical number or alphabet or both to a particular account for identification is known as codification of accounts. അതായത് എളുപ്പത്തിൽ ഓരോ അക്കൗണ്ടുകളും തിരിച്ചറിയാനായി അക്കങ്ങളോ അക്ഷരങ്ങളോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടോ കോഡുകൾ നൽകുന്നതിനെ പറയുന്ന പേരാണ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. കോഡ് നൽകുന്നത് ഒരു അക്കൗണ്ട്സ് തിരിച്ചറിയാൻ വേണ്ടി, പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി നൽകുന്നതാണ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കോഡ്സ്. വിവിധ തരം കോഡുകൾ ഏതൊക്കെയാണ്, ഒരു അക്കൗണ്ടിന് കൊടുക്കുന്ന കോഡുകൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സീക്വൻഷ്യൽ കോഡ്സ്. When numbers or letters are assigned in sequential order, they are sequential codes. തുടർച്ചയായ അക്ഷരങ്ങളോ അക്കങ്ങളോ നൽകുന്നതാണ് സീക്വൻഷ്യൽ കോഡുകൾ. സാധാരണ ഈ ചെക്കുകളിലൊക്കെ ഒരു തുടർച്ചയായ ഒരു നമ്പർ കൊടുക്കാം. അപ്പോൾ ചെക്കുകൾക്കൊക്കെ ആയിരിക്കും സീക്വൻഷ്യൽ കോഡ്സ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. കോഡും അക്കൗണ്ടും നോക്കാം. SL001 എന്ന് പറയുന്നത് ക്യാഷ്, SL എന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പർ 001 എന്ന് പറഞ്ഞാൽ ക്യാഷ് ഐറ്റംസ്, സീരിയൽ നമ്പർ 002 എന്ന് പറയുന്നത് സെയിൽസുകൾ, സീരിയൽ നമ്പർ 003 എന്ന് പറയുന്നത് റെൻറ്റ്. ഇവിടെ ഈ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും തുടർച്ചയായ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഓരോ അക്കൗണ്ടുകളും തിരിച്ചറിയാൻ അവർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് കോഡാണ് ബ്ലോക്ക് കോഡ്സ്. വെൻ എ ബ്ലോക്ക് ഓർ റേഞ്ച് ഓഫ് നമ്പേഴ്സ് അലോട്ടഡ് ടു എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഇറ്റ് ഈസ് കോൾഡ് ബ്ലോക്ക് കോഡ്. ബ്ലോക്ക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക റേഞ്ച് മുഖേനയായിരിക്കും ഓരോ അക്കൗണ്ട്സും ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. 100 to 200, 100 മുതൽ 200 വരെയുള്ള അക്കൗണ്ടുകൾ ഫിക്സഡ് അസറ്റ് ആയിരിക്കും. 200 മുതൽ 300 വരെയുള്ളത് കറണ്ട് അസറ്റ്സ്. അതായത് ഒരു റേഞ്ച് ആയിരിക്കും അവിടെ സൂചിപ്പിക്കുന്നത്. ലാസ്റ്റ് കോഡാണ് ന്യൂമോണിക് കോഡ്സ്. This type of coding consists of alphabets or abbreviations to represent an account. ഇതിൽ ഉപയോഗിക്കുന്നത് ഷോർട്ട് ഫോം ആയിരിക്കും. ഇപ്പോൾ PL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ലെഡ്ജറിൻ്റെ കോഡായിട്ടാണ് PL. SL സെയിൽസ് ലെഡ്ജർ. ഓരോന്നിനും ഷോർട്ട് ഫോമുകൾ ഉപയോഗിക്കുന്ന കോഡാണ് ന്യൂമോണിക് കോഡ്സ്. ഇത്രയും ഭാഗങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററായ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ചാപ്റ്ററായ സ്പ്രെഡ്ഷീറ്റ് ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കമ്പോണൻസ് ഓഫ് ലിബറൽ ഓഫീസ് കാൽക്കിൻ്റെ 3 ഫങ്ഷൻസും സ്റ്റാറ്റിസ്റ്റിക്കലും ലോജിക്കലും മാത്തമാറ്റിക്കൽ ഫങ്ഷൻസും. ഇതിൽ ആദ്യത്തത് കമ്പോണൻസ് ഓഫ് ലിബറൽ ഓഫീസ് കാൽക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് റോസ്. A row is the range of cells that go horizontally in a worksheet. Rows are identified by numbers like 1, 2, 3. ഒരു വർക്ക്ഷീറ്റിൽ ഹൊറിസോണ്ടലായി കാണപ്പെടുന്ന നിരകളാണ് റോസ്. ഇവ മുകളിൽ നിന്ന് താഴോട്ട് 1 മുതൽ തുടർച്ചയായി അക്കമിട്ടിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ആണ് കോളംസ്. എ കോളം ഈസ് ദ റേഞ്ച് ഓഫ് സെൽസ് ദാറ്റ് ഗോ വെർട്ടിക്കലി ഇൻ എ വർക്ക്ഷീറ്റ്. കോളംസ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ലെറ്റേഴ്സ് ലൈക്ക് A, B, C.
ഒരു വർക്ക്ഷീറ്റിൽ വെർട്ടിക്കലായി കാണപ്പെടുന്നവയാണ് കോളംസ്. കോളംസ് എ, ബി, സി പോലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് തിരിച്ചറിയുന്നു. നെക്സ്റ്റ് ആണ് സെൽ. ദി ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ഈസ് കോൾഡ് സെൽ. ദി സെൽ വിച്ച് ഈസ് ക്ലിക്കഡ് ഈസ് നോൺ ആസ് ആക്റ്റീവ് സെൽ. ഒരു റോയും കോളം കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് സെല്ല്. മൗസ് ഉപയോഗിച്ച് ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെല്ലിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് സെല്ല്. നെക്സ്റ്റ് ആണ് സെൽ അഡ്രസ്. ഇറ്റ് ഈസ് ദ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഈച്ച് സെൽ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കോളം നെയിം ആൻഡ് റോ നമ്പർ. എക്സാമ്പിൾ A1, B5 എക്സെട്ര. സെൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഓരോ സെല്ലിൻ്റെയും തിരിച്ചറിയലാണ് സെൽ അഡ്രസ്സ്. അതായത് കോളം നമ്പറും റോ നമ്പറും കൂടി കൂടിച്ചേരുന്നതായിരിക്കും സെൽ അഡ്രസ്സ്. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് റിലേറ്റീവ് സെൽ റെഫറൻസസ്. It means that when a formula or function is copied and pasted to other cells, the cell references in the formula or function will change. റിലേറ്റീവ് സെൽ റെഫറൻസസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോമുലയോ ഒരു ഫംഗ്ഷനോ കോപ്പി പേസ്റ്റ് ചെയ്ത് വേറൊരു സെല്ലിലേക്ക് മാറ്റിയാൽ ആ സെല്ലിലും പഴയ സെല്ലിലുണ്ടായ അതേ മാറ്റങ്ങൾ തന്നെ പ്രകടമാകും. അതിനെ പറയുന്ന പേരാണ് റിലേറ്റീവ് സെൽ റെഫറൻസസ്. നെക്സ്റ്റ് അബ്സല്യൂട്ട് സെൽ റെഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it means that when a formula or function is copied and pasted to other cells, the cell references in the formula or function do not change. അതായത് ഒരു ഫോമുലയോ ഫംഗ്ഷനോ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്രസ്സിനോ ഒന്നും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസസ്. ലാസ്റ്റ് വൺ ആണ് മിക്സഡ് സെൽ റെഫറൻസസ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് സെൽ റെഫറൻസസ് ദാറ്റ് ഹോൾഡ്സ് ഐദർ റോ ഓർ കോളം കോൺസ്റ്റൻറ്റ് വെൻ ദി ഫോമുല ഓർ ഫംഗ്ഷൻ ഈസ് കോപ്പീഡ് ടു അനദർ ലൊക്കേഷൻ. അതായത് ഒരു ഫോമുലയോ ഫംഗ്ഷനെയോ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ റോ ആയിരിക്കും അല്ലെങ്കിൽ കോളം ആയിരിക്കും, ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതിനെ പറയുന്ന പേരാണ് മിക്സഡ് സെൽ റെഫറൻസസ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റിലേറ്റീവ് ആൻഡ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസസ്. റിലേറ്റീവ് സെൽ റെഫറൻസസിൻ്റെയും ആബ്സല്യൂട്ട് സെൽ റെഫറൻസസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് മിക്സഡ് സെൽ റെഫറൻസസ്. ലാസ്റ്റ് വൺ ആയിട്ട് പഠിക്കാൻ പോകുന്നതാണ് റേഞ്ച്. റേഞ്ച് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെലക്റ്റഡ് സെൽസ്. തിരഞ്ഞെടുത്ത സെല്ലുകളുടെ ഒരു കൂട്ടത്തെ പറയുന്ന പേരാണ് റേഞ്ച്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കാനുള്ളത് ലിബറൽ ഓഫീസ് കാൽക്കിൻ്റെ ഫങ്ഷൻസ് ആണ്. മെയിനായിട്ട് 3 ഫങ്ഷൻസ് ആണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ, ലോജിക്കൽ ഫങ്ഷൻ, മാത്തമാറ്റിക്കൽ ഫങ്ഷൻ. അതിൽ ഫസ്റ്റ് വണ്ണായ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷനിലെ ഫസ്റ്റ് ഫങ്ഷനാണ് ആവറേജ് ഫങ്ഷൻ. This function is used to find out average values in a range of cells. ഒരു റേഞ്ച് ഓഫ് സെൽസിൽ വരുന്ന വാല്യൂസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് ആവറേജ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഒരു കൂട്ടം സെല്ലുകളിലെ ശരാശരി മൂല്യങ്ങൾ കണ്ടെത്താനാണ് ആവറേജ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സിൻടാക്സും കൂടി പഠിച്ചു വെക്കണം. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനാണ് മിനിമം ഫംഗ്ഷൻ. The minimum function in LibreOffice Calc is used to find out lowest values in a range of cells. ഒരു കൂട്ടം സെല്ലുകളിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാണെന്ന് കണ്ടെത്താനാണ് മിനിമം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് മാക്സിമം ഫംഗ്ഷൻ. The maximum function in LibreOffice Calc is used to find out highest values in a range of cells. ഒരു കൂട്ടം സെല്ലുകളിലെ ഉയർന്ന മൂല്യങ്ങൾ, ഉയർന്നത് ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് മാക്സിമം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് കൗണ്ടിഫ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ കൗണ്ട്സ് ദി നമ്പർ ഓഫ് സെൽസ് വിതിൻ എ റേഞ്ച് ദാറ്റ് മീറ്റ് ദി ഗിവൺ ക്രൈറ്റീരിയ. ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഒരു റേഞ്ചിലെ സെല്ലുകളുടെ എണ്ണം കണ്ടെത്തുന്നതിനാണ് കൗണ്ടിഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ. This function counts the number of cells in a range that contains numbers only. ഒരു റേഞ്ചിൽ സംഖ്യകൾ മാത്രമുള്ള സെല്ലുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഫംഗ്ഷനാണ് കൗണ്ട ഫംഗ്ഷൻ. This function will count numbers, logical values, text or error values in the specified range.
ഓൺലി എംപ്റ്റി സെൽസ് ഇഗ്നോർഡ്. ഒരു റേഞ്ചിലെ എംപ്റ്റി സെൽസുകൾ ഒഴിവാക്കി മറ്റുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനാണ് കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ കൗണ്ട്സ് ദി എംപ്റ്റി സെൽസ് ഇൻ ദി ഗിവൺ റേഞ്ച്. ഒരു റേഞ്ചിലെ എംപ്റ്റി സെൽസുകൾ എത്രണ്ണം ഉണ്ടെന്ന് കണക്കാക്കുന്നതിനാണ് കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് റോസ് ഫംഗ്ഷൻസ്. ദിസ് ഫംഗ്ഷൻ കൗണ്ട്സ് ദി നമ്പർ ഓഫ് റോസ് ഇൻ എ റേഞ്ച് ഓർ അറേ. ഒരു റേഞ്ചിലെ ആകെ നിരകളുടെ എണ്ണം രേഖപ്പെടുത്തുന്നതിനാണ് റോസ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് കോളംസ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ കൗണ്ട്സ് ദി നമ്പർ ഓഫ് കോളംസ് ഇൻ ആൻ അറേ ഓർ റേഞ്ച്. ഒരു റേഞ്ചിലെ ആകെ വരികളുടെ എണ്ണം, കോളത്തിൻ്റെ എണ്ണം രേഖപ്പെടുത്തുന്നതിനാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. ഇനി പഠിക്കാൻ പോകുന്നത് ലോജിക്കൽ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഫസ്റ്റ് വൺ ഇഫ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ യൂസ്ഡ് ഇൻ ഫോർമുലാസ് ടു കണ്ടക്ട് കണ്ടീഷണൽ ടെസ്റ്റ്സ്. ഈ ഫംഗ്ഷനിൽ രണ്ടിലേറിയ വ്യത്യസ്ത മാനദണ്ഡങ്ങൾക്കു വിധേയമായി ഡാറ്റയെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് ആൻഡ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഗീവ്സ് ഓൺലി എ ട്രൂ ഓർ ഫോൾസ് ആൻസർ. വിശകലനം ചെയ്യുന്ന ഡാറ്റയിൽ നിന്ന് ശരി അല്ലെങ്കിൽ തെറ്റ് എന്നീ രണ്ട് ഉത്തരങ്ങളിൽ ഒന്ന് മാത്രമാണെങ്കിൽ ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് ഓർ ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് ഓൾസോ യൂസ്ഡ് ടു ഇവാലുവേറ്റ് വെദർ ദി വാല്യൂസ് ഇൻ എ സെൽ ഈസ് ട്രൂ ഓർ ഫോൾസ്. ഒരു സെല്ലിലെ മൂല്യങ്ങൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണോ എന്ന് വിലയിരുത്തുന്നതിനും ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ലാസ്റ്റ് ലോജിക്കൽ ഫംഗ്ഷൻ ആണ് നോട്ട് ഫംഗ്ഷൻ. റിവേഴ്സസ് ദി ലോജിക് ഓഫ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ്. വാദത്തിൻ്റെ യുക്തിയെ വിപരീതമാക്കാൻ ഉപയോഗിക്കുന്നതാണ് നോട്ട് ഫംഗ്ഷൻ. നെക്സ്റ്റ് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ളതാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ സം ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ യൂസ്ഡ് ടു ഡിസ്പ്ലേ ദി സം ഓഫ് ദി സെലക്റ്റഡ് സെൽസ് ഇൻ എ പെർട്ടിക്കുലർ സെല്ല്. ഒരു റേഞ്ചിലെ സെല്ലുകളിൽ നമ്പറുകളുടെ ആകെ തുക കണ്ടുപിടിക്കുന്നതിനാണ് സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് സം ഇഫ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ആഡ്സ് ദി സെൽസ് വാല്യൂസ് ആസ് പെർ ഗിവൺ ക്രൈറ്റീരിയ. ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായി റേഞ്ചിലെ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതിനാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് റൗണ്ട് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ യൂസ്ഡ് ടു റൗണ്ട് ഓഫ് എ നമ്പർ ടു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഡിജിറ്റ്സ്. ഒരു സംഖ്യയെ തൊട്ടടുത്ത ഒരു പൂർണ്ണസംഖ്യയോ അല്ലെങ്കിൽ ഒരു ദശാംശ സ്ഥാനമുള്ള ഒരു സംഖ്യയോ ആയി മാറ്റുന്നതിനാണ് റൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് റൗണ്ട് അപ്പ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു റൗണ്ട്സ് എ നമ്പർ അപ്പ് എവേ ഫ്രം 0. പൂജ്യത്തിൽ നിന്ന് ഒരു സംഖ്യ മുകളിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാനാണ് റൗണ്ട് അപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു റൗണ്ട്സ് എ നമ്പർ ഡൗൺ ടുവേർഡ്സ് 0. ഒരു സംഖ്യയെ പൂജ്യത്തിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ. നെക്സ്റ്റ് ചാപ്റ്റർ 3 യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. അതിൽ പഠിക്കാനുള്ളത് പേറോൾ അക്കൗണ്ടിങ് എന്താണെന്നാണ് പഠിക്കേണ്ടത്. പേറോൾ അക്കൗണ്ടിങ്. Payroll is the statement prepared by every organization to show the detailed salary calculation. It includes BP and allowances such as DA, TA, CCA, HRA and deductions such as contribution to PF, SLI, GIS, TDS, loan repayments, etc. തൊഴിലാളികളുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന വിശദമായ സ്റ്റേറ്റ്മെൻറ്റാണ് പേറോള്. നെക്സ്റ്റ് ചാപ്റ്റർ 4 ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് ഫോർ ബിസിനസ് ഡാറ്റ. ചാപ്റ്റർ 4ൽ നിന്ന് പഠിക്കാനുള്ളത് കോളം ചാർട്ട്, ബാർ ചാർട്ട്, പൈ ചാർട്ട്. ഇതിൽ ഫസ്റ്റ് വണ്ണായ കോളം ചാർട്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ചാർട്ട് ടൈപ്പ്. It shows a bar chart or bar graph with vertical bars. The x-axis shows the categories and y-axis shows the values of each category. Column chart are used to compare values across categories. സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ചാർട്ടാണ് കോളം ചാർട്ട്. ഇത് ലംബമായ ചതുരക്കട്ടകളുടെ രൂപത്തിൽ ഒരു ബാറായിട്ട് കാണപ്പെടുന്നു. എക്സ് ആക്സിസിലും വിഭാഗങ്ങളും കാറ്റഗറീസും വൈ ആക്സിസിൽ വാല്യൂ, ആ കാറ്റഗറിയുടെ വാല്യൂവും കാണിക്കുന്നു. നെക്സ്റ്റ് ബാർ ചാർട്ട്. ദിസ് ടൈപ്പ് ഓഫ് ചാർട്ട് ഷോസ് എ ബാർ ഗ്രാഫ് ഓർ കോളം ചാർട്ട് വിത്ത് ഹൊറിസോണ്ടൽ ബാർസ്. ദി വൈ ആക്സിസ് ഷോസ് കാറ്റഗറീസ് ആൻഡ് ദി എക്സ് ആക്സിസ് ഷോസ് ദി വാല്യൂസ് ഫോർ ഈച്ച് കാറ്റഗറി. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കമ്പയറിംഗ് മൾട്ടിപ്പിൾ വാല്യൂസ്. ബാർ ചാർട്ട് കോളം ചാർട്ടിന് സമാനമാണ്, എന്നാൽ ഡാറ്റ സീരീസ് ഹൊറിസോണ്ടലായിട്ടായിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ കാറ്റഗറിയിൽ ഒന്നിലേറെ മൂല്യങ്ങളെ താരതമ്യം ചെയ്യുന്നതിനാണ് ബാർ ചാർട്ട് ഉപയോഗിക്കുന്നത്.
നെക്സ്റ്റ് ചാർട്ടാണ് പൈ ചാർട്ട്. A pie chart displays the contribution of each value to a total. It represents multiple subgroup of a single variable. It contains only one data series. A pie chart shows values as circular sectors of the total circle. ആകെ തുകയിൽ ഓരോ വിഭാഗത്തിൻ്റെയും മൂല്യം എത്രയാണെന്ന് വെവ്വേറെ പ്രദർശിപ്പിക്കുന്ന ചാർട്ടാണ് പൈ ചാർട്ട്. ആകെ തുകയുടെ ശതമാനത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഇൻ യൂസിങ് ഗ്രാഫ് ഓർ ചാർട്ട്. ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫ് ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ. ഫസ്റ്റ് വൺ, ഇറ്റ് സമ്മറൈസസ് എ ലാർജ് ഡാറ്റ സെറ്റ് ഇൻ വിഷ്വൽ ഫോം. കുറേ ഡാറ്റകളെ അതിൻ്റെ ചിത്രരൂപത്തിൽ പ്രദർശിപ്പിക്കാൻ ഗ്രാഫ് മുഖേന സാധിക്കുന്നു. രണ്ടാമത്തത്, ചാർട്ട്സ് ഓർ ഗ്രാഫ്സ് ക്യാൻ ക്ലാരിഫൈ ട്രെൻഡ്സ് ബെറ്റർ ദൻ ഡു ടേബിൾസ്. പട്ടിക തയ്യാറാക്കി ടേബിൾ തയ്യാറാക്കി എടുക്കുന്നതിനേലും എളുപ്പത്തിൽ ഗ്രാഫ് മുഖേന മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് കീ വാല്യൂസ് അറ്റ് എ ഗ്ലാൻസ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതിൻ്റെ മൂല്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു. ഇറ്റ് ഷോസ് ഈച്ച് ഡാറ്റ കാറ്റഗറി ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. വിവിധ ഭാഗങ്ങളിലെ ഫ്രീക്വൻസികൾ കൃത്യതയോടെ പ്രദർശിപ്പിക്കാൻ ചാർട്ട് മുഖേന സാധിക്കുന്നു. The charts and graphs allows the investigator to draw a valid conclusion. ചാർട്ടും ഗ്രാഫുകളും പരിശോധന കൃത്യമായ നിഗമനത്തിലെത്തിക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ 5, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ് GNU കാട്ട. ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് ക്രിയേഷൻ ഓഫ് ഓർഗനൈസേഷൻ, ലെഡ്ജർ ക്രിയേഷൻ, വൗച്ചർ എൻട്രി. ഈ മൂന്നും അതിൻ്റെ സ്റ്റെപ്സുമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ക്രിയേഷൻ ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ ആദ്യം നമ്മൾ GNU കാർട്ട ഓപ്പൺ ചെയ്യണതിൻ്റെ സ്റ്റെപ്പ് എഴുതാം. നെക്സ്റ്റ് അതിനുശേഷം ഏത് കമ്പനിയുടെയാണോ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ആ കമ്പനി ഓർഗനൈസേഷൻ നെയിം എൻ്റർ ചെയ്യുക. കേസിൻ്റെ അവിടെ ആസിസ് കൊടുക്കുക. ഓർഗനൈസേഷൻ ടൈപ്പ് പ്രോഫിറ്റ് മേക്കിംഗ്, ഫിനാൻഷ്യൽ ഇയർ ക്വസ്റ്റ്യൻ്റെ തന്നേക്കുന്നത്, പിന്നെ പ്രൊസീഡ് കൊടുക്കുക. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ക്രിയേറ്റ് അഡ്മിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെഡ്ജർ ക്രിയേഷൻ ആണ്. മെയിനായിട്ട് വരുന്ന ട്രാൻസാക്ഷൻസിൽ വരുന്ന എല്ലാ ലെഡ്ജറുകളും ഓരോന്നിൻ്റെ അണ്ടറായി ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചാപ്റ്റർ 6, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതിൽ നിന്ന് വരുന്നത് ടേബിൾസ്, ക്വറീസ്, ഫോംസ്, റിപ്പോർട്ട്സ്. കമ്പോണൻസിൻ്റെ ഇംഗ്ലീഷ് വിത്ത് മലയാളം നോട്ട്സ് ഇവിടെ തന്നേക്കുന്നുണ്ട്. വായിച്ച് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.